കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിൻ്റെ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയ കേൾവിക്കാരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം ദാനിയേൽ പ്രവചനം 6-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞു. 6-ാം അധ്യായത്തിൽ നമ്മൾ പ്രധാനമായും ദാനിയേലിനോടുള്ള ബന്ധത്തെ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ബേൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യപെർഷ്യ രാജ്യം രാവണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. ബാബിലോൺ എന്ന് പറയുന്ന വലിയ രാജ്യം മേദ്യപെർഷ്യയുടെ കൈക്കീഴിലാകുന്നു. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത മേദ്യപെർഷ്യയുടെ കീഴിലുള്ള സാമ്രാജ്യത്തിൽ 140 പരം ആളുകൾ 120 പ്രധാന ദേശാധിപതികളെ ആക്കി. അതിന് മേൽനോട്ടം വഹിക്കാൻ 3 ആളുകളെ ആക്കി. അതൊരാൾ ദാനിയേലായിരുന്നു. ദാനിയേലിൻ്റെ കഴിവിലും അവൻ്റെ വിശ്വസ്തതയും ഒക്കെ രാജാവിനെ ഒത്തിരി ആകർഷിച്ചു. അവനെ കുറേ കൂടെ ഒരു പ്രധാന പദവി കൊടുത്ത് അത് സർവ്വരാജ്യത്തിനും അവനെ അധികാരിയാക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സകല 120 പേരുകളും മറ്റ് ആളുകളും ചേർന്ന് ദാനിയേലിനെ എങ്ങനെയെങ്കിലും ഒന്നാക്രമിക്കണം, അവനെ കുരുക്കണം. അതിനുവേണ്ടി അവർ പദ്ധതികൾ ആവിഷ്കരിച്ചു. നമ്മൾ 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ അവർക്കൊരു കുറവും കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ കുറേ നാളുകളായി ഈ ദാനിയേലിൽ എങ്ങനെയും കുറ്റം കണ്ടുപിടിക്കണം, അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആക്രമിക്കണം, അതിനുവേണ്ടി തന്നെ മുൻപോട്ട് പോയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നാളുകളായി ആരംഭിച്ചിട്ട്. പക്ഷെ അതിലെങ്ങും ദാനിയേലിനെ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ അവർ കണ്ടെത്തിയ മാർഗമാണ് അവൻ സേവിക്കുന്ന യഹോവയായ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കുറ്റം കണ്ടുപിടിക്കണം. അങ്ങനെയാണ് ദാനിയേൽ അവർ രാജാവിനെ സമീപിക്കുന്നത്. ഒറ്റയ്ക്കല്ല, ഈ 120 പേരും മറ്റ് മഹത്തുക്കളും പ്രധാനികളും വലിയൊരു സംഘമാണ് ഈ രാജാവിനെ സമീപിക്കുന്നത്. നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ദാനിയേലിൻ്റെ ബലഹീനത ശത്രുക്കൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ആ ബലഹീനതയിലൂടെയാണ് ദാനിയേലിനെ അവർ ആക്രമിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ദാനിയേലിൻ്റെ ബലഹീനത എന്ന് പറയുന്നത് യഹോവയായ ദൈവവുമായിട്ടുള്ള ബന്ധമൊക്കെയാണ്. അപ്പോൾ അതിലൂടെ ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അവനെ ആക്രമിക്കാൻ വേണ്ടി അവർ പദ്ധതികൾ തയ്യാറാക്കുകയാണ്. അങ്ങനെയാണല്ലോ. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കണം. ശത്രുക്കൾക്ക് എപ്പോഴും നോട്ടം മറ്റാരോടുമല്ല, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രയോജനപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരോടാണ് പിശാച് എപ്പോഴും നോട്ടമിടുന്നത്. മറ്റാരും എങ്ങനെ പോയാലും അവന് പ്രശ്നമല്ല. ദൈവജനം നന്നായി കർത്താവിന് പ്രയോജനപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരുണ്ടോ അവരുടെ മേലായിരിക്കും പിശാചിൻ്റെ നോട്ടം മുഴുവൻ. മറ്റൊന്ന്, പിശാചിന് നമ്മുടെ ബലഹീനത അവൻ അറിയാം. ആ ബലഹീനതയിലൂടെ നമ്മളെ എങ്ങനെയെങ്കിലും ആക്രമിക്കുവാൻ അവൻ ശ്രമിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ, നിങ്ങൾ അവനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് പറയുന്നത്. അങ്ങനെ ദാനിയേലിൻ്റെ
കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ കണ്ടെത്തിയ മാർഗം രാജാവിന് മുമ്പിൽ ചെന്ന് രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രാജാവിനോടല്ലാതെ 30 ദിവസത്തേക്ക് ദൈവത്തോടോ മനുഷ്യരോടോ മറ്റാരോടും അപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ആ നിയമം അങ്ങ് ഉറപ്പിച്ചു. വസ്തു രാജാവിന് മനസ്സിലായിട്ടില്ല, ഇത് ആരെ കുരുക്കാനുള്ളതെന്ന് രാജാവിന് മനസ്സിലായിട്ടില്ല. രാജാവിന് അല്പം സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം അടുത്ത 30 ദിവസത്തേക്ക് ജനങ്ങൾ എന്നോടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. തന്നെ ഒരു പെട്ടെന്നൊരു ആൾ ദൈവമായിട്ട് അങ്ങ് രൂപീകരിച്ചു. പൊതുവേ ആ കാലഘട്ടങ്ങളിൽ മേദ്യ പേർഷ്യയിലും മറ്റുള്ള രാജ്യങ്ങളിൽ രാജാവിനെ ഒരു ദൈവമായിട്ടാണ് കണ്ടിരുന്നത്. നമ്മൾ എഗസ്കേൽ പ്രവചനം പഠിച്ചപ്പോൾ അതിനകത്ത് കണ്ടതാണ്. അവരൊരു ദൈവമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ദൈവമായിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായി കാണുകയും അംഗീകരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ദാനിയേലിനെ കൊണ്ട് രാജാവിനെ കൊണ്ട് അവർ ഈ കൽപ്പന പുറപ്പെടുവിച്ച് ഉറപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇത് പുറപ്പെടുവിച്ചു, ഉറപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. എന്നാൽ പാവം ദാനിയേൽ ഇത് അറിയുന്നില്ല. കൽപ്പന വെളിയിൽ വന്നപ്പോൾ ദാനിയേൽ അറിഞ്ഞു. ദാനിയേൽ ചെയ്ത കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് തുടങ്ങിയത്. ദാനിയേലിന് നേരെ ഈ രേഖ എഴുതി ഒപ്പിട്ടു ഒന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ദാനിയേലിന്റെ വിശ്വസ്തതയുടെ ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു. അവൻ തന്നെ രാജാവിൻ്റെ വിശ്വസ്തനായ ഒരു പൗരനാണ്. അങ്ങനെയുള്ള പൗരന് മുൻപിൽ ഒരു ചലഞ്ചസ് വന്നിരിക്കുകയാണ്. രാജാവിന് സ്നേഹവും താല്പര്യവും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ഇവൻ പ്രാർത്ഥിക്കേണ്ടത് രാജാവിനുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ രാജാവിനോട് അത്ര വലിയ സ്നേഹവും വിശ്വസ്തതയും ഇല്ലെന്നാണ് അർത്ഥം. എന്നാൽ ദാനിയേലിൻ്റെ മുമ്പിൽ ഈ രാജാക്കന്മാരെക്കാളും രാജ്യങ്ങളെക്കാളും ഏറ്റവും ഉന്നതനായ രാജാതിരാജാവും കർത്താവുമായിരിക്കുന്ന ദൈവത്തെ ബഹുമാനിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ദാനിയേൽ മനസ്സിലാക്കി. ആ രാജാതിരാജാവും കർത്താവുമാകുന്ന ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തനായിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യമെന്ന് ദാനിയേൽ മനസ്സിലാക്കി. അപ്പോൾ ആ നില വിശ്വസ്തത അർഹിക്കുന്ന ആള് രാജാവിനേക്കാൾ വലുത് ദൈവമായ കർത്താവാകിയാൽ ആ ദൈവമാണ് ത്തിന് മുമ്പിലാണ് ഞാൻ വിശ്വസ്തനാകേണ്ടത്. ആ ദൈവമാണ് എന്നിൽ നിന്ന് വിശ്വസ്തത ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ആദ്യകാലം മുതൽ പതിവ് പോലെ തൻ്റെ ദൈവത്തിന് മുമ്പാകെ ദാനിയേൽ നന്ദി പറയുവാൻ വേണ്ടി പറയുകയാണ്. ഈ രാജാവിൻ്റെ ഉത്തരവ് ഒരു വിധത്തിലും ദാനിയേലിന്റെ പ്രവൃത്തികളെ ഒരു വിധത്തിലും മറ്റൊരു വിധത്തിൽ ദാനിയേലിന്റെ തീരുമാനത്തെയോ ദൈവവുമായിട്ടുള്ള ബന്ധത്തെയോ ദൈവത്തോടുള്ള വിശ്വസ്തതയോ മാറ്റുവാൻ സാധ്യമല്ല. അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. അവൻ്റെ പ്രാർത്ഥന അവൻ നടത്തിക്കൊണ്ട് വന്നതുപോലെ തന്നെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. അത് കൂട്ടാനും പോയില്ല, അത് കുറയ്ക്കാനും പോയില്ല. അവൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതേ നിലയിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. മേദ്യരുടെയും പാർശ്യരുടെയും നിയമപ്രകാരം ഇവർ പറഞ്ഞത് ഉറപ്പിച്ചു. നമ്മൾ താഴോട്ട് വരുമ്പോൾ രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇവർ കാര്യങ്ങൾ പറയുമ്പോൾ രാജാവ് മുദ്രമോതിരം കൊണ്ട് അതിനെ ഒപ്പിടുന്നുണ്ട്. കൂടെയുള്ള മഹത്തുക്കളും മുദ്രമോതിരവും കൊണ്ട് അതിനെ സൈൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ നിയമം ഉറപ്പിച്ചു. ഇനി അത് ആർക്കും മാറ്റുവാൻ കഴിയത്തില്ല.
രാജാവ് വിചാരിച്ചാലും ആ നിയമം മാറ്റാൻ ഒക്കത്തില്ല. ഇനി ആര് വിചാരിച്ചാലും ആ നിയമം മാറ്റുവാൻ കഴിയത്തില്ല. പാവം ദാനിയേൽ അറിയുന്നില്ല. വാസ്തവത്തിൽ രാജാവും അറിയുന്നില്ല. ഇത് ആർക്ക് വേണ്ടി പണിയുന്നതാണെന്നും രാജാവ് അറിഞ്ഞിട്ടില്ല. നമ്മളത് താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ദാനിയേലിൻ്റെ പ്രാർത്ഥന രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥന രീതി നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ച്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. രേഖ തനിക്ക് വിരോധമായി വന്നു എന്ന് കണ്ടപ്പോൾ തന്നെ താൻ ചെയ്തു വന്നിരുന്നത് പോലെ ഉള്ള ശീലങ്ങൾക്ക് മാറ്റം വരുത്തിയില്ല. അത് തന്നെ താൻ കണ്ടിന്യൂ ചെയ്തു. താൻ അറിഞ്ഞപ്പോൾ തന്നെ തന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. അവിടെ വായിക്കുന്നത്, മാളിക മുറിയിൽ തുറന്നു അവൻ പ്രാർത്ഥിച്ചു. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ ഉള്ള ഒരു പ്രാർത്ഥനയല്ല അത്. അവന് ദൈവവുമായിട്ട് വ്യക്തിപരമായി ബന്ധം പുലർത്തുന്ന നിലയിലുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. അതിൽ 1-2 പദപ്രയോഗങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മുൻപോട്ട് പോകാം. ഒന്നോടെ വായിക്കുന്നുണ്ട്, മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നു എന്നാണ് വായിക്കുന്നത്. ഈ സമയത്ത് യെരൂശലേമില്ല. യെരൂശലേമിൻ്റെ മതിലുകളെല്ലാം ചുട്ടെരിഞ്ഞ് നശിപ്പിച്ചു. യെരൂശലേം ദേവാലയമില്ല, യാഗമില്ല, യാഗപീഠമില്ല, പുരോഹിതന്മാരില്ല, ആരാധനയില്ല, ഒന്നുമില്ല, പൂർണ്ണമായി ശൂന്യമാക്കപ്പെട്ടു. അപ്പൊ യാഗവുമില്ല, ആലയവുമില്ല, ആലയത്തിന് മതിലുമില്ല, ശൂന്യമായി കിടക്കുന്ന ആ സ്ഥലത്തേക്ക് തൻ്റെ ദർശനം നീട്ടി. അവിടേക്ക് താൻ നോക്കി ദൈവത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. യാഗമില്ല ഇതിരുന്നപ്പോഴും ആലയവും യാഗസ്ഥലവും ഇല്ലാത്ത സമയത്ത് അവിടുത്തെ ആലയത്തെയും യാഗവും ഒക്കെ ഓർത്ത് അവൻ യെരൂശലേമിലേക്ക് തൻ്റെ ജനാലകൾ തുറന്ന് അവൻ പ്രാർത്ഥിച്ചു. അവിടെ യാഗമില്ല. യാഗം എപ്പോഴും ഒരു ആരാധനയെ കാണിക്കുന്നതാണ്. ആലയമൊന്നുമില്ലെങ്കിലും ആരാധന നടക്കുന്നില്ലെങ്കിലും മുഴുവനും ശൂന്യമായി പോയെങ്കിലും ദാനിയേലിന്റെ ദർശനത്തിന് മാറ്റം സംഭവിച്ചില്ല. ദാനിയേലിന്റെ പ്രത്യാശയ്ക്കും വിശ്വാസത്തിനും മാറ്റം സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ദാനിയേൽ യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ടിട്ട് അവൻ്റെ ദർശനത്തോടുകൂടെ അവൻ ദൂരവേ യെരൂശലേമിലേക്ക് നോക്കി ആമീൻ ഉള്ളുകൊണ്ട് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് കാണുവാൻ കഴിയുന്നത്. യഹൂദന്മാർ പ്രവാസത്തിലേക്ക് പോയപ്പോൾ AD 70 അതിനു മുൻപും ഉള്ള കാലഘട്ടങ്ങളിൽ ലോകത്തിൽ എവിടെയെല്ലാം പ്രവാസികളായി പോയിട്ടുണ്ടോ അവിടെയെല്ലാം അവർ സിനഗോഗുകൾ പണിതിട്ടുണ്ട്. ആ സിനഗോഗുകളുടെ ദർശനം എന്ന് പറയുന്നത് എപ്പോഴും യെരൂശലേമിലേക്കായിരിക്കും അതിൻ്റെ ദർശനം വെക്കുന്നത്. അവർ പോയി പാർത്തടത്തെല്ലാം, സിനഗോഗുകൾ പണിതടത്തെല്ലാം അതിൻ്റെ ദർശനം എന്ന് പറയുന്നത് യെരൂശലേമിലേക്കായിരിക്കും നോട്ടം. അതിൻ്റെ അർത്ഥം ഞങ്ങൾ പരദേശികളായി ഈ ഭൂമിയിൽ പാർക്കുന്നെങ്കിലും ഇവിടെ ഞങ്ങൾ താൽക്കാലികമായി കൂടുന്നെങ്കിലും ഞങ്ങൾ ഇവിടുത്തുകാരല്ല,
ഞങ്ങൾ അങ്ങ് ദൂരെ കാണുന്ന ഒരു യെരുശലേമുണ്ട്, അവിടെ ഞങ്ങൾ ചെന്ന് ചേരും എന്ന് പ്രത്യാശ പുതുക്കുന്ന നിലയിൽ ദീർഘവീക്ഷണത്തോടെ അവിടേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ഒരു സമൂഹത്തെയായി നമുക്ക് കാണാൻ കഴിയുന്നത്. ദാനിയേലും ആ തരത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തൻ്റെ വീടിൻ്റെ മുകളിൽ കിളിവാതിൽ തുറന്നത് യെരുശലേമിന് നേരെയാണ്. താൻ ദൂരവേ യെരുശലേം ഏത് ദിക്കിലാണോ അവിടേക്ക് തൻ്റെ കണ്ണുകൾ ഓടിച്ചിട്ട്, അവിടെ ആലയമില്ലെങ്കിലും യാഗപീഠമില്ലെങ്കിലും വിശ്വാസത്താൽ അത് കണ്ടുകൊണ്ട് താൻ അതിനെ നോക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനാധാരമായി ദൈവവചനത്തിൽ ഒരു വാക്യമുണ്ട്. അത് സോളമൻ്റെ കാലഘട്ടം മുതലാണ് ഈ നിലയുള്ള പ്രാർത്ഥനകൾ ആരംഭിച്ചത്. തിരുവെഴുത്തനുസരിച്ച് അവൻ പ്രാർത്ഥിച്ചു. കാരണം 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം നമ്മൾ മൊത്തം നോക്കുമ്പോൾ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമുക്കൊന്ന് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ. കേട്ട് ക്ഷമിക്കണമേ. അതായത് ശലോമോൻ ദൈവത്തോട് തൻ്റെ ജനം യെരുശലേമിലേക്കും യെരുശലേമിലുള്ള ആലയത്തിലേക്കും നോക്കി പ്രാർത്ഥിക്കുമ്പോൾ, എത്ര ദൂരത്തായിരുന്നാലും ശരി, അങ്ങയുടെ ജനം, അവിടെ പറയുന്നുണ്ട്, ജനം നിന്റെ ദാസന്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും. എൻ്റെ ജനമെന്നല്ല പറയുന്നത്, എൻ്റെ ദാസനോ എൻ്റെ ജനമെന്നല്ല സോളമൻ പറയുന്നത്. ശലോമോൻ പറയുന്നത് നിന്റെ ദാസന്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും. എത്ര മൈൽ ദൂരത്തിരുന്നാലും അവിടെ നിന്നുകൊണ്ട് യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി നൽകണമെന്ന് ശലോമോൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ സ്ഥലത്ത് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, എവിടെ പോയാലും ശരി, യെരുശലേമിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ദാസന്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും പ്രാർത്ഥന നീ കേൾക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇസ്രായേൽ ജനം എവിടെയെല്ലാം പോയി പാർത്താലും അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം, അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്നൊരു വിശ്വാസം ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. അതുതന്നെയാണ് ദാനിയേൽ ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചതല്ല, വചനപ്രകാരം പ്രാർത്ഥിച്ചതാണ്. ശലോമോൻ പണ്ട് ആലയത്തിൻ്റെ ഉദ്ഘാടന സമയത്തിന് മുൻപ് താൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ജനം എവിടെ പോയി പാർത്താലും സിനഗോഗ് പണിയുമ്പോൾ ദർശനം യെരുശലേമിലേക്കായിരിക്കും. അപ്പോൾ അതിന് പറഞ്ഞാൽ അവിടെ നിന്ന് യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിന്റെ ജനത്തിൻ്റെ ഇസ്രായേലിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ഇനി അവിടെ വായിക്കുന്നു, ദാനിയേൽ തൻ്റെ ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തതായി കാണുന്നുണ്ട്. നമ്മൾ ആ 10-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചു. 8-ാം അധ്യായത്തിൻ്റെ ദാനിയേൽ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം 14-ാമത്തെ വാക്യം. 10 വായിക്കണോ പാസ്റ്ററെ? അതെ 10 ഒന്നുകൂടെ വായിക്കണം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരിക്കുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു.
ഇനി 14-ാമത്തെ വാക്യം. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ 14 13-ാമത്തെ വാക്യം. സോറി, 13-ാമത്തെ. അതിന് അവർ രാജസന്നിധിയിൽ, രാജാവേ, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയോടാകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധന കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്നുണർത്തിച്ചു. ഇവിടെ ഈ 10-ാമത്തെ വാക്യത്തിലും 13-ാമത്തെ വാക്യത്തിലും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. 10-ാമത്തെ വാക്യം താൻ മുൻപ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്നു. ദിവസം 3 നേരം. 13-ാമത്തെ വാക്യം അതിനെ വായിക്കുന്നുണ്ട്. വിരോധ കൽപ്പനയാകട്ടെ ഭയപ്പെടാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷിച്ചു വരുന്നു, പ്രാർത്ഥിച്ചു വരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിവസം 3 നേരം. അന്യരാജ്യത്ത് പ്രവാസത്തിൽ കഴിയുന്ന ദാനിയേൽ ദിവസം 3 നേരം പ്രാർത്ഥിച്ചതായിട്ട് അവിടെ എടുത്തു പറയുന്നുണ്ട്, മുൻപ് ചെയ്തു വന്നതുപോലെ. എന്താണ് ഈ 3 നേരമുള്ള പ്രാർത്ഥന? എന്താണ് അതിനെക്കുറിച്ച് ഒത്തിരി അഭിപ്രായങ്ങൾ പാരമ്പര്യമായിട്ട് പല നിലകളിൽ അതിനെ വിശ്വസിക്കുന്നവരുണ്ട്. എന്തായാലും നമുക്ക് ഒരു കാര്യം, 1-2 കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അന്യരാജ്യത്ത് ദാനിയേൽ പാർത്തിട്ടും സ്ഥിരമായി ചെയ്തു വന്നിരുന്ന യഹൂദന്മാരുടെ ഇടയിലുള്ളായ രീതിയും പ്രകാരം പ്രാർത്ഥനയിൽ തങ്ങൾ ഡിസിപ്ലിനായിട്ട് അവൻ പ്രാർത്ഥിച്ചിരുന്നു. ഹി മെയിൻറ്റൈൻഡ് എ ഡിസിപ്ലിൻഡ് എ റെഗുലർ പ്രെയർ. അതിന് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. 3 നേരം പ്രാർത്ഥിച്ചെന്ന് വായിക്കുന്നു. സങ്കീർത്തനം 55-ന്റെ 17-ാമത്തെ വാക്യം വായിക്കാമോ? സങ്കീർത്തനം 55 വേഴ്സ് 17. Psalm 55 വേഴ്സ് 17. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ എപ്പോഴൊക്കെയാണ്? വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഇവിടെ സങ്കീർത്തക്കാരൻ 3 നേരം പറയുന്നുണ്ട്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഇവിടെ 3 നേരം പറയുന്നു. ദാനിയേലും 3 നേരം പറയുന്നുണ്ട്. രാവിലെ 1 നേരം, ഉച്ചയ്ക്ക്, വൈകിട്ട്. അതിനെ വേണ്ടി നമുക്ക് എങ്ങനെ വേണം വ്യാഖ്യാനിക്കാം. എന്ന് പറഞ്ഞാൽ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു പ്രഭാതം ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ദാനിയേലിന്റെ പ്രാർത്ഥനയോടുകൂടിയാണ്. ഉച്ചയാകുമ്പോൾ തൻ്റെ ജോലിയൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ അതിനൊരല്പം ഒന്ന് വിരമിച്ച് ദൈവവുമായി ഒന്ന് ബന്ധപ്പെട്ട ശേഷം പിന്നെ തൻ്റെ ജോലി തുടരുന്നു. ഈവനിങ് ആകുമ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തതിനെക്കുറിച്ച് നന്ദിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന. അങ്ങനെ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഈ 3 നേരം എന്ന് പറയുമ്പോൾ ഇസ്രായേലിടയിൽ പിന്നീട് വന്ന 3 സമയങ്ങളിൽ യാഗങ്ങൾ നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് വലിയ വിശദമാകുന്ന ഒരു പഠനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 3 പ്രാവശ്യമായി യാഗങ്ങൾ നടത്തിയിരുന്നു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. ഇത് ഓരോരോ കാലഘട്ടങ്ങളിൽ ഉടലെടുത്ത രീതികളാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു യാഗത്തെ മുൻപിൽ കണ്ടുകൊണ്ടായിരിക്കാം ഈ 3 നേരം അദ്ദേഹം പ്രാർത്ഥിച്ചതെന്ന് പറയുന്ന പണ്ഡിതാക്കളുണ്ട്. സങ്കീർത്തനം അതിന് വളരെ സപ്പോർട്ടും നൽകുന്നുണ്ട്. ഇപ്പോൾ ദാനിയേൽ മാത്രമല്ല 3 നേരം പ്രാർത്ഥിച്ചിരുന്നത്. സങ്കീർത്തനക്കാരുടെ സങ്കീർത്തനത്തിലും ദിവസം 3 നേരം പറയുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാ രീതിയായിരുന്നത്. അതിനെക്കുറിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നത് രാവിലത്തെ പ്രാർത്ഥന അബ്രഹാം ആരംഭിച്ചതാണെന്നും
ഉച്ചകാലത്തെ പ്രാർത്ഥന ഇസഹാക്ക് ആരംഭിച്ചതാണെന്നും ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്തായാലും 3 സമയം നടത്തിയിരുന്ന യാഗം, ആ യാഗത്തോടുള്ള നിലയിലായിരിക്കാം ഈ 3 നേരത്തെ പ്രാർത്ഥന എന്നാണ് അധികം ആളുകളും ചിന്തിക്കുന്നത്. എന്തായാലും അന്യരാജ്യത്ത് പാർത്തിട്ടും ആ രീതികൾക്ക് യാതൊരു മാറ്റവും വരുത്താതെ ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേലിനെയാണ് കാണാൻ കഴിയുന്നത്. അവിടെ എടുത്തു പറയുന്നത് തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസവും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് ഏത് പ്രതികൂല ഘട്ടങ്ങളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തന്നെ പ്രാർത്ഥനയ്ക്കൊരു കുറവും സംഭവിച്ചില്ല. ഒരു കോംപ്രമൈസിനും പുള്ളി റെഡിയല്ല. ഇത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ താൻ ഒരു കോംപ്രമൈസിനും റെഡിയല്ല. അതെന്തോ രാജാവായാലും ശരി, മുദ്രമോതിരം കുത്തിയാലും ശരി, എന്തോ ആയിരുന്നാലും ശരി, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദാനിയേൽ ഒരു കോംപ്രമൈസിനും റെഡിയല്ലായിരുന്നു. അതുകൊണ്ട് ഒരു രാത്രിയിൽ ഓർക്കേണ്ടത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അതിന് യാതൊരു കോംപ്രമൈസും പാടില്ല. ഇവിടെ 1-2 കാര്യങ്ങൾ കൂടി ഓർപ്പിക്കാം. അവർക്കറിയാവുന്നതുപോലെ തന്നെ, അവർക്കറിയാവുന്ന പോലെ എന്ന് പറയുമ്പോൾ അവർക്കറിയാം ഇവൻ പ്രാർത്ഥിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇവൻ 3 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്. നോക്കണം, അവന്മാർക്ക് എല്ലാവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമാണ് ദാനിയേൽ. ദാനിയേൽ ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്നുള്ള വളരെ അവർക്കെല്ലാം ഉറപ്പാണ്. അപ്പോൾ ഇദ്ദേഹം ഈ രേഖ ഉണ്ടാക്കിയതിന് ശേഷം ഇവരെ കണ്ണുകൾ മൊത്തം ദാനിയേലിന്റെ മേലെ. ദാനിയേൽ പ്രാർത്ഥിക്കുന്നുണ്ടോ, ദാനിയേൽ പോകുന്നുണ്ടോ, കിളിവാതിൽ തുറക്കുന്നുണ്ടോ, മാളിക മുറി കയറുന്നുണ്ടോ, അപ്പോൾ നോട്ടം മുഴുവൻ ദാനിയേലിന്റെ മേലാണ്. അപ്പം അങ്ങനെ അവർ ദാനിയേലിനെ കണ്ടെത്തി. അവർ ചിന്തിച്ചതുപോലെ തന്നെ ദാനിയേൽ ദിവസവും 3 നേരം മാളിക മുറിയിൽ കയറി യെരൂശലേമിലെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ആഴത്തുള്ളൊരു പ്രാർത്ഥനാ ജീവിതമാണ്. ആരുടെ നിർബന്ധപ്രകാരമുള്ള പ്രാർത്ഥനയല്ല. ദാനിയേലിന്റെ പ്രാർത്ഥന ദൈവവുമായുള്ള കൂട്ടായ്മയും ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടിയുള്ളൊരു അപേക്ഷയാണ് ദാനിയേലിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെ വായിക്കുന്നത് 3 നേരം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പ്രത്യേകം മുട്ടുകുത്തി പ്രാർത്ഥിച്ചെന്നാണ് വായിക്കുന്നത്. 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്ന 13-ാമത്തെ വാക്യം പറയുമ്പോൾ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് വായിക്കുന്നത്. 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിന് സന്നിധി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു എന്ന് വായിക്കുന്നത്. മുട്ടുകുത്തുക. നമ്മുടെ ലൂക്കോസ് 22-ാം അധ്യായത്തിൽ 41-ാം വാക്യത്തിൽ കാണുമ്പോൾ യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായിട്ടാണ് കാണുന്നത്. അവരെ വിട്ട് ഒരു കല്ല് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അപ്പൊ യേശു പ്രാർത്ഥിച്ചത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നമ്മൾ ഇനിയും അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ സ്തെഫാനോസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലും സ്തെഫാനോസ് മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. അവർ അവനെ കല്ലെറിഞ്ഞു, അവനോ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഓക്കെ, ഇനി അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 40-ാമത്തെ വാക്യം നോക്കുമ്പോൾ പത്രോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഓക്കെ, അപ്പോൾ പൗലോസും സഭയിലെ മറ്റ് നേതാക്കന്മാരും ഒക്കെ അപ്പോസ്തലപ്രവൃത്തിയുടെ വിവിധ അധ്യായങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന ഒരു യാചനയുടെ പ്രതീകമാണത്. നാം എല്ലാവരും യാചകരായി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരനുഭവം. അപ്പം ആ പ്രാർത്ഥനയിലാണ് ഒരു യാചകനെ പോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക.
പുറമേയുള്ള വാക്കുകളല്ല, ആ എക്സ്പ്രഷനിലൂടെ തന്നെയും തൻ്റെ ഫിസിക്കലായിരിക്കുന്ന ബോഡിയിലൂടെയുള്ള എക്സ്പ്രഷനിലൂടെ തന്നെ താൻ ഒരു യാചകനാണ് എന്ന നിലയിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ചില ഡിസിപ്ലിൻ ഉണ്ട്. പ്രാർത്ഥിക്കുന്നതിന് നമ്മൾ ചില ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ്. ചില ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചിട്ടുണ്ട്. ആ സമയം ആര് വിളിച്ചാലും പോവുകയില്ല, ആരെന്തോ പ്രോഗ്രാം വിളിച്ചാലും പോവുകയില്ല. അവരെ ആര് ഫോൺ ചെയ്താലും വിസിറ്റ് ചെയ്താലും അവർ പോവുകയില്ല. അവിടെ പ്രാർത്ഥനാ സമയമാണെന്ന് പറയാറുണ്ട്. അങ്ങനെ ഡിസിപ്ലിനായിട്ട് പ്രാർത്ഥിക്കുന്ന അനേകരെ എനിക്കറിയാം. അപ്പം അതുപോലെ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു ദാനിയേൽ. ഇന്ന് രാത്രി നമ്മൾ ഓർത്തിരിക്കേണ്ട വസ്തുത, പ്രാർത്ഥന എന്ന് പറഞ്ഞ ജീവിതത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. മനുഷ്യനെ കാണിക്കാനല്ല, വെറും കുറേ പ്രാസങ്ങൾ ചേർത്തുണ്ടാക്കി വെക്കുന്നതല്ല പ്രാർത്ഥന. കുറേയേറെ വാക്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി മനുഷ്യനെ മുഷിപ്പിക്കുന്നതിനുള്ളതല്ല പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒരു യാചകനെ പോലെ ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഒരു യാചകനെ പോലെ നമ്മൾ ദൈവത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത്. യേശു കർത്താവും അപ്പോസ്തലന്മാരും ഒക്കെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു യാചകനെ പോലെ, ഒരു അപേക്ഷകനെ പോലെ ആയിരിക്കണം നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് എന്ന കാര്യം ഈ ഭാഗത്ത് ഓർപ്പിക്കുന്നു. ഇവിടെ നമ്മൾ മറ്റു കാര്യങ്ങൾ ഓർക്കണം. രാജാവേ, നിന്നോട് അർഹമായിരിക്കുന്ന ബഹുമാനം കാണിക്കുന്നില്ല എന്നാണ് ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഈ രേഖ എഴുതി ഉണ്ടാക്കിയിട്ടും അവൻ അതിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. രാജാവിടെ അനാദരവ് കാണിക്കാൻ ഇവൻ അനാദരവ് കാണിക്കുന്നു. എന്നാൽ ദാനിയേലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാജാവിനോട് യാതൊരു വിധത്തിലുള്ള അനാദരവും കാണിക്കാൻ ദാനിയേൽ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ട മാനവും മഹത്വം കൊടുത്ത ശേഷം മാത്രമേ ഉള്ളൂ ബാക്കി ആർക്കുമുള്ള ബഹുമാനം. നാം നന്നായി ഓർക്കണം. അത് നമ്മുടെ ബഹുമാനം ഏറ്റവും അധികം കൊടുക്കേണ്ടത് നമ്മുടെ ദൈവത്തിനാണ്. സ്ഥാനമാനങ്ങൾ ഏറ്റവും അധികം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. നമ്മുടെ ജീവിതത്തിലെ മുഖ്യ പങ്കും ദൈവത്തിന് കൊടുക്കണം, മനുഷ്യർക്കല്ല കൊടുക്കേണ്ടത്. ദൈവത്തിന് നമ്മുടെ വീട്ടിൽ നമ്മൾ കൂടുന്നിടത്ത് എല്ലായിടത്തും മുഖ്യസ്ഥാനം നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം അവിടെ മഹത്വപ്പെടും. ഇവിടെ ദാനിയേൽ തൻ്റെ ജീവിതത്തിൽ മുഖ്യ ഭാഗം ദൈവത്തിന് കൊടുത്തു. വിശ്വസ്തത രാജാവിനേക്കാൾ കൂടുതൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ പുലർത്തി. അനുസരണം രാജാവിനേക്കാൾ കൂടുതൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ പുലർത്തി. ആദരവ് രാജാവിനേക്കാൾ ഉപരിയായ നിലയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്നെ ആദരവ് ദൈവത്തോട് കാണിക്കുകയുണ്ടായി. ഇനി ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഇവന്മാർ വന്ന് ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവിന് ആകെപ്പാട് ഒരു അതൃപ്തി തോന്നി. ദാരിയവേശന്റെ ഹൃദയത്തിൻ്റെ ആകെപ്പാട് ഒരു അതൃപ്തി. ദാരിയവേശ് രാജാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ തന്നിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രശംസനീയമായിരുന്ന ഒരു കാര്യമായിരുന്നു 30 ദിവസം തന്നോടല്ല വേറെ ആരും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങയോട് അവൻ അനാദരവ് കാണിക്കുന്നു, അങ്ങേ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ ചെന്ന കാര്യങ്ങൾ രാജാവിന് പറയുമ്പോൾ രാജാവിന് വാസ്തവത്തിൽ അത് കേട്ടൊന്ന് സന്തോഷിക്കേണ്ടതാണ്. ഇത്രയും ആളുകൾ എനിക്ക് സപ്പോർട്ടാണ്,
എന്നെ ഒരു ദൈവമായി കാണുന്നുണ്ട് എന്ന് അദ്ദേഹം തോന്നേണ്ടതാണ്. എന്നാൽ രാജാവ് ഇവിടെ തന്നോട് തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ചു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന്, രാജാവേ, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധന കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാർസികളുടെയും നിയമമെന്ന് ബോധ്യമായിരിക്കണമെന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. ഇനി അതിന്റെ 14-ാമത്തെ വാക്യം ആരംഭ ഭാഗം വായിച്ചേ. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. നോക്കണം, രാജാവിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ദാനിയേലിനെതിരെ ഇവർ വന്ന് രേഖകൾ ഉണ്ടാക്കി തെളിവ് സഹിതം മുൻപോട്ട് വെക്കുകയാണ്. പക്ഷെ ഇത് കേട്ടപ്പോൾ രാജാവിന് സന്തോഷമല്ല തോന്നുന്നത്. ഈ കാര്യത്തിൽ രാജാവിന് ഒരതൃപ്തി തോന്നി. ഈ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ട് വന്ന നിയമത്തോടും ഇതിന് മുൻകൈ എടുത്തവരോടും രാജാവിനുള്ളിലൊരു അതൃപ്തി ആയിക്കഴിഞ്ഞു. കാരണം ഇവിടെ രാജാവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെയ്യിപ്പിച്ചവരെയാണ് രാജാവ് കുറ്റപ്പെടുത്തേണ്ടത്. എന്നാൽ രാജാവ് ചെയ്യിപ്പിച്ചവരെ കുറ്റപ്പെടുത്താതെ താൻ തെറ്റുകാരനാണ് എന്ന നിലയിലാണ് രാജാവ് സംസാരിക്കുന്നത്. ദാനിയേലിന്റെ ശത്രുക്കളിൽ ആർക്കും അദ്ദേഹം സന്തുഷ്ടനല്ല. പക്ഷേ ആത്യന്തികമായി അദ്ദേഹം ഞാൻ തന്നെയാണ് ഈ നിലയിലുള്ള രേഖ ഉണ്ടാക്കിയെടുക്കാൻ കാരണക്കാരൻ എന്നൊരു ചിന്ത ദാനിയേലിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ദാരിയാവേശിനെ പോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നന്നായി ചിന്തിച്ചാലോചിച്ച ശേഷം മാത്രമേ തീരുമാനം എടുക്കാവൂ. നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ പലപ്പോഴും അത് പിന്നീട് നമ്മെ വേട്ടയാടാറുണ്ട്. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ കരുണയോടും അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ നന്നായി ചിന്തിച്ച് ആലോചിച്ച ശേഷം മാത്രമേ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാവൂ. ഇല്ല എങ്കിൽ പിന്നീട് നാം എടുത്ത തീരുമാനങ്ങൾ നമ്മെ തന്നെ വേട്ടയാടും എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ രാജാവിനെ കൊണ്ട് ചെയ്യിപ്പിച്ച നിർബന്ധിച്ചപ്പോൾ രാജാവ് ഉണ്ടാക്കിയ തീരുമാനങ്ങൾ, നിയമങ്ങൾ അത് രാജാവിനെ വേട്ടയാടുന്നതായിട്ടാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവിടെ വായിക്കുന്നുണ്ടല്ലോ, രാജാവ് സൂര്യൻ അസ്തമിക്കുന്നിടം വരെ അതിനു വേണ്ടി പ്രയത്നിച്ചെന്ന വായിക്കുന്നത്. 14-ാമത്തെ വാക്യം അങ്ങനെ വായിക്കുന്നത്, അത്യന്തം വ്യസനിച്ചു, ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്മാരുണ്ടാക്കിയെടുത്ത നിയമത്തിൻ്റെ അകത്ത് അത് അംഗീകാരം കൊടുത്തത് രാജാവ്, അതിന് അപ്രൂവ് കൊടുത്ത രാജാവ്. ഇപ്പോൾ അത് ദാനിയേലിനെ കുരുക്കാനുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ രാജാവ് സ്വയമായി ആ കുറ്റം ഏറ്റെടുത്തിട്ട് എങ്ങനെയെങ്കിലും ദാനിയേലിനെ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി താൻ സൂര്യൻ അസ്തമിക്കുന്നിടം വരെ ശ്രമിച്ചെന്നാണ് വായിക്കുന്നത്. അതായത് ആ കാലഘട്ടങ്ങളിൽ ഒരു കാര്യമുണ്ട്. പുരാതന പൗരസ്ത്യ
ആചാരമനുസരിച്ച് ഒരാളുടെ ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ അദ്ദേഹം സാധുവാണെന്ന് കണ്ടെത്തുകയും, എന്ന് പറഞ്ഞാൽ കുറ്റക്കാരനാണ് അദ്ദേഹം, എന്നാൽ അവൻ സാധുവാണ്, തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഉണ്ടെങ്കിൽ, അതായത് അദ്ദേഹം ചെയ്ത തെറ്റാണ് എന്നൊരാളുടെ മേൽ കുറ്റം ആരോപിച്ച് അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ദിവസം വൈകുന്നേരം തന്നെ അദ്ദേഹത്തിന് ശിക്ഷ നടപ്പിലാക്കും എന്നാണ് പുരാതന പൗരസ്ത്യ മേഖല ഉണ്ടായിരുന്ന ഒരു നിയമം. അതുകൊണ്ടാണ് ഈ സൂര്യൻ അസ്തമിക്കുന്നിടം വരെ രാജാവ് പ്രയത്നിച്ചു. അതായത് രാജാവിന് കഴിയുന്നിടത്തോളം കാലം ഇതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി രാജാവ് ഒത്തിരി ശ്രമിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ എൻ്റെ ഭാഗം ഇവിടെ നിർത്താൻ വേണ്ടി പോവുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് നമുക്ക് നിർത്താം. ഒന്ന്, ശത്രു നമ്മുടെ ബലഹീനതകൾ നന്നായിട്ടറിയാം. അതിലൂടെ അവൻ പ്രവർത്തിക്കുവാൻ അവൻ പദ്ധതികൾ തയ്യാറാക്കും. നാം നന്നായി മനസ്സിലാക്കി മുൻപോട്ട് പോകണം. രണ്ട്, പ്രാർത്ഥിക്കുന്ന, ദൈവത്തിനുവേണ്ടി നിലകൊള്ളുന്ന, സത്യസന്ധമായി ദൈവത്തെ സേവിക്കുന്നവർക്ക് ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാകും. അവരുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന, അവരുടെ ആത്മാർത്ഥതയും വിശ്വസ്തതയും ചോദ്യം ചെയ്യുന്ന ഒരുപാട് ചലഞ്ചസുകൾ അവരുടെ ജീവിതത്തിലുണ്ടാകും. മറ്റൊന്ന്, ഇതിനൊക്കെ നടുവിൽ നാം മുട്ടുകുത്തി ചെയ്തു വന്നിരുന്ന പോലെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വരുത്താതെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവം ഇടപെടേണ്ട സ്ഥാനങ്ങളിൽ ദൈവം ഇടപെട്ടുകൊള്ളും. നമ്മൾ ഇതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ഏത് രേഖ എവിടെ വന്നാലും നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥനയിൽ മുടക്കം വരാതെ പ്രാർത്ഥിക്കുക. ലോകക്കാരെ കാണിക്കുവാനല്ല, മാളിക മുറി തുറന്ന് റൂമിൻ്റെ അകത്ത് പ്രവേശിച്ച്, ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, കതകടച്ച് വാതിലടച്ച് നീ ആ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് മറുപടി തരും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് പബ്ലിക്കിനെ കേൾപ്പിക്കാനല്ല, പബ്ലിക്കിനെ കാണിക്കാനല്ല, അത് നീയും ദൈവവുമായുള്ള ബന്ധത്തിൽ വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവമാകിയാൽ വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ നമുക്കവനെ സേവിച്ച് മുന്നേറാം. അതിനെതിരെ എന്തെല്ലാം വന്നാലും സ്വർഗത്തിലെ ദൈവം നമ്മെ കൈവിടുകയില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.